നവീകരിച്ച പാഴൂർ ആറ്റുതീരം പാർക്ക് റോഡിന്റെ ഉദ്ഘാടനം പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു. നഗരസഭയുടെ പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി 12 ലക്ഷം രൂപ ചിലവിലാണ് റോഡിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. നഗരസഭയുടെ പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി 12 ലക്ഷം രൂപ മുടക്കി നവീകരിച്ച പാഴൂർ ആറ്റുതീരം പാർക്ക് റോഡ് പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു. 12 ലക്ഷം രൂപ മുടക്കിയാണ് ഇവിടം തൊട്ട് അവിടം വരെ നമ്മൾ ഈ അറ്റം വരെ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ മുഴുവൻ ഇരുട്ടായിരുന്നു. അവിടെ നിന്ന് മെയിൻ റോഡിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാർക്കിൻ്റെ അവിടത്തേക്ക് പോസ്റ്റ് ഇല്ലായിരുന്നു, ഇലക്ട്രിക് പോസ്റ്റ് പിന്നെ പാർക്കിൻ്റെ അങ്ങേ വശത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് 4 ഇലക്ട്രിക് പോസ്റ്റുകൾ ഇവിടെ വെച്ചിട്ട് സ്ട്രീറ്റ് ലൈറ്റ് കൊടുത്ത് അതുപോലെ തന്നെ ക്യാമറകൾ സ്ഥാപിച്ച് നമുക്ക് ഇത്ര മനോഹരമാക്കാനായിട്ട് ഇത് സാധിച്ചിട്ടുള്ളത്. ഡെപ്യൂട്ടി ചെയർമാൻ കെ.പി. സലീം അധ്യക്ഷത വഹിച്ചു. 2020 ഈ ഭരണസമിതി വരുന്നത്. 2020 ഈ ഭരണസമിതി വരുമ്പോൾ ആ ഭരണസമിതിയുടെ കാലാവധി പൂർത്തീകരിക്കുന്ന സന്ദർഭത്തിൽ ആ 20 കണ്ട കാര്യങ്ങളെല്ലാം മാറ്റം വരുത്തുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ ഭരണസമിതിയുടെ കാലാവധി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ റോഡുകളെല്ലാം നാശമോശമായി പൊട്ടിപ്പൊളിഞ്ഞ് ലൈറ്റുകളൊന്നും കത്താതെ ഒരു അവസ്ഥയിലായിരിക്കുമല്ലോ ഒരു ഭരണകാലഘട്ടത്തിന്റെ അവസാനം എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, ഷൈനി ഏലിയാസ്, വത്സല വർഗീസ്, കൗൺസിലർമാരായ ഡോക്ടർ അജേഷ് മനോഹർ, ഗിരീഷ് കുമാർ പി, ജോജിമോൻ ചാരുപ്ലാവിൽ, CDS ചെയർപേഴ്സൺ സൂസൻ എബ്രഹാം, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വളരെ താമസിയാതെ തന്നെ നമ്മുടെ ഗ്രീൻ പാർക്കായി ഉയർത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായി നമ്മുടെ ആറ്റുതീരം പാർക്കിനെ ആ രീതിയിൽ വികസിപ്പിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു ഉദ്ഘാടനവും അടുത്ത ആഴ്ച നടക്കാൻ പോവുകയാണ്. അതുപോലെ പാർക്ക് തന്നെയല്ല, നമ്മുടെ റോഡുകൾ വിവിധ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പിറവം നഗരസഭ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഒത്തൊരുമയോടുകൂടി നിന്ന് എല്ലാ കാര്യങ്ങളും നടത്തി വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പിറവം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.